എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, സ്കൂളിലെത്തുമ്പോഴത്തേക്ക് മറന്നു പോകും, എക്സാംസിനൊന്നും മാർക്കില്ല, പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്കാണെങ്കിൽ ഡെയിലി പേരൻസിൻ്റെ അടുത്തും ചീത്തയും വഴക്കും അടിയും ഒക്കെ കിട്ടും പഠിക്കാൻ പറ്റാഞ്ഞിട്ട്. അപ്പോൾ അസസ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ആ കുട്ടി എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയെ പറ്റി നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ലേണിംഗ് ഡിസബിലിറ്റിയെ പറ്റി മാത്രമല്ല സ്ലോ ലേണർ എന്നൊരു കാറ്റഗറിയെ പറ്റി കൂടി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രണ്ടു പേർക്ക് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഏതൊക്കെ രീതിയിലാണ് ഇവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ടെക്നിക്സും കാര്യങ്ങളും, ഏതൊക്കെ രീതിയിലാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. എൻ്റെ പേര് ഫാത്തിമത്ത് സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അവർ കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നതിനെയും പ്രോസസ്സ് ചെയ്യുന്നതിനെയും എക്സ്പ്രസ് ചെയ്യുന്നതിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മൾ സാധാരണ രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം അത് ബെനിഫിറ്റ് ആവില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ IQ നോർമലോ എബവ് ആവറേജോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിപരമായി അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഡിസ്ലെക്സിയ, വായിക്കാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്ഗ്രാഫിയ, എഴുത്തുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട്, ഡിസ്കാൽക്കുലിയ, കാൽക്കുലേഷൻസ്, മാത്സുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഓഡിറ്ററി ഓർ വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കേൾവിക്കോ കാഴ്ചക്കോ യാതൊരു പ്രശ്നവും. ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് അവരുടെ കേൾവിയൊക്കെ നോർമൽ ആയിരിക്കും. പക്ഷെ ചിലപ്പം നോയ്സ് സിറ്റുവേഷൻസിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ഈ ഫോണിക്സ് ഇല്ലേ, അതായത് പ് എന്ന് പറയുമ്പോൾ ലെറ്റർ P ആണ്, ഫ് എന്ന് പറയുമ്പോൾ ലെറ്റർ F ആണ്, ഇങ്ങനെ സൗണ്ട് ലെറ്റർ അസോസിയേഷൻ ഉണ്ടല്ലോ, അതവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അവർക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ അവരുടെ ലിസണിങ് സ്കിൽസ്, അതായത് ഒരു കാര്യത്തിൽ അത് കേട്ട് ശ്രദ്ധിച്ചിരിക്കാനുള്ള ആ ഒരു കഴിവ് അവർക്ക് പൂവറായിരിക്കും. അതേപോലെ വിഷ്വൽ പ്രോസസ്സിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഷേപ്സ്, നമ്പേഴ്സ്, ലെറ്റേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ റിവേഴ്സൽ ഓഫ് ലെറ്റേഴ്സ് വരുന്നത്. അതായത് ലെറ്റർ B, ലെറ്റർ D തമ്മിലൊരു കൺഫ്യൂഷൻ, റിവേഴ്സ് ചെയ്യുക, ബാക്കിലേക്ക് എഴുതുക, അത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. സോ ഇതൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റിയിൽ വരുന്ന പ്രോബ്ലംസ്. അപ്പം ഈ കുട്ടികൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത്ര റിസൾട്ട് അവർക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇനി നമ്മൾ സ്ലോ ലേണറിൻ്റെ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലോ ലേണറും ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ടുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് IQയിലാണ്. കാരണം സ്ലോ ലേണറിൻ്റെ IQ ബിലോ നോർമൽ ആയിരിക്കും. 70ൻ്റെയും 85ൻ്റെയും ഇടയിലായിരിക്കും അവർ IQ. അപ്പോൾ അവർ IQ കുറവായത് കൊണ്ട് തന്നെ അവർ അതേ പ്രായത്തിലുള്ള നോർമൽ IQ ഉള്ള കുട്ടികൾ പഠിക്കുന്നത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ അത് എക്സിക്യൂട്ട് ചെയ്യാനോ അവർക്ക് പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് വേണം, അവർക്ക് ഒരു ഹെൽപ്പ് ആവശ്യമാണ്. അതായത് അവർ കുറച്ചും കൂടി സ്ലോ ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതേപോലെ സിമ്പിൾ കോൺസെപ്റ്റ് തന്നെ ആണെങ്കിൽ പോലും മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റഡ്ലി നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലാവുള്ളൂ. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എഴുത്തിനോ വായനക്കോ മാത്രമാണ് പ്രശ്നമെങ്കിൽ സ്ലോ ലേണർ ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ കോൺസെപ്റ്റിലും പ്രശ്നം ഉണ്ടാവും, എല്ലാ ഏരിയാസിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ലേണിംഗ് ഡിസബിലിറ്റിയുള്ള ഒരു കുട്ടിക്ക് എഴുത്തിൽ പ്രശ്നം ഉണ്ടെങ്കിലും അവർക്കൊരു സയന്റിഫിക് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ സ്ലോ ലേണർ ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ ഏരിയാസിലും എഫക്റ്റഡ് ആയിരിക്കും. സ്ലോ ലേണർ എന്ന് പറയുമ്പോൾ ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം അല്ല, IQ കുറവായത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇവർക്ക് LD ഉള്ള കുട്ടികളാണെങ്കിലും സ്ലോ ലേണേഴ്സ് ആണെങ്കിലും ഇവർക്ക് റെമഡിയൽ ടീച്ചിങ്ങും സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഒക്കെ ഇവർക്ക് രണ്ടുപേർക്കും ഹെൽപ്പ് ചെയ്യും. പക്ഷെ രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ഹെൽപ്പാണ് വേണ്ടത്. LD ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഫോർ എക്സാമ്പിൾ മൾട്ടി സെൻസറി, അതായത് ലെറ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മണലിൽ എഴുതുക, അത് കട്ട് ചെയ്യുക, അങ്ങനെ പല രീതിയിലുള്ള അപ്രോച്ചുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാകും. അതേസമയം സ്ലോ ലേണറിനാണെങ്കിലോ അവർക്ക് കുറച്ചും കൂടി സമയമാണ് ആവശ്യം, അവർക്ക് കുറച്ചും കൂടിയും സാവധാനം നമ്മൾ കൊടുക്കണം. അതേപോലെ റിപ്പീറ്റഡ്ലി നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഭയങ്കര സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് മെയിനായിട്ട് ഈ രണ്ട് കാറ്റഗറിയിലും വരുന്നത്. പൊതുവെ ഇങ്ങനെ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ പറ്റി ആൾക്കാർ എന്ത് പറയും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരുപാട് അടിയും ചീത്തയൊക്കെ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കുറേ കമൻസ്, നന്നാവില്ല, പഠിക്കാനിച്ചാണ്, മടിയായിച്ചാണ് എന്നൊക്കെ അല്ലേ.
ശരിക്കും നമുക്കൊരു കുട്ടിയെ പറ്റി കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നമ്മളൊരു കമൻറ്റ് പറയാത്തതാണ് നല്ലത്. ഇനി പേരൻസിനോടും ടീച്ചേഴ്സിനോടും ആണെങ്കിൽ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കാണ് നിങ്ങളുടെ കുട്ടിയെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുക അല്ലേ, ഒരു പേരൻറ്റിനാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ശരിക്കും പറഞ്ഞിട്ട് മനസ്സിലാവാനായിട്ടാണോ, ഒരുപാട് തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ, ശ്രദ്ധിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ആ ഒരു റിസൾട്ട് കിട്ടാഞ്ഞിട്ടാണോ, വേറെ ഏതെങ്കിലും രീതിയിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെയും പേരൻറ്റിന് നന്നായിട്ട് മനസ്സിലാവും. അതേപോലെ കമ്പാരിസൺ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കമ്പാരിസൺ ഒരു കുട്ടിയുടെ കാര്യത്തിലും, LD ഉണ്ടോ സ്ലോ ലേണർ ആണോ വിഷയമില്ല, ഒരു കുട്ടിയുടെ കാര്യത്തിലും ചെയ്യാൻ പാടില്ല. അത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയും ഒക്കെ ബാധിക്കും. അതേപോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെയും കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രൊഫഷണൽ കൺസൾട്ടേഷൻ എടുക്കുക. പഠന സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷനാണ് നിങ്ങൾ എടുക്കുന്നത്. ടീച്ചേഴ്സിനോടാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ഇത്തരം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി കോൺസെപ്റ്റ് സിമ്പിളാക്കി പറഞ്ഞു കൊടുക്കുക, പലതരം മെത്തേഡ്സിൽ കൂടി പഠിപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറച്ചും കൂടി എലമെൻ്ററി പ്രൈമറി സ്കൂൾസിലൊക്കെയും മൾട്ടി സെൻസറി അപ്രോച്ചിൽ കൂടിയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പം അത് നോർമൽ ഒരു LDൻ്റെ പ്രശ്നമോ ഒരു പ്രശ്നമോ ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും ആ ഒരു കോൺസെപ്റ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രെയിനിലേക്ക് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത്തരത്തിലുള്ള അപ്രോച്ചസ് ഉപയോഗിക്കുമ്പോൾ. അതേപോലെ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ പറ്റി വീണ്ടും കമൻസ് പറഞ്ഞ് പിന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യാതെ അവരെ എഫേർട്സിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണല്ലേ നമ്മുടെ ലൈഫിൽ. എൻ്റെ ലൈഫിലെ എല്ലാ ടീച്ചേഴ്സിനോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അപ്പം ഓരോ കുട്ടിയുടെയും ലൈഫിലെ ടീച്ചർ എന്ന് പറയുമ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളാണ്. സോ ഇൻ കൺക്ലൂഷൻ, ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റൈറ്റ് ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്ത് റൈറ്റ് ടൈമിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹെൽപ്പ് എടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുവഴി നമുക്ക് കുട്ടികളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.